പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ഈ എപ്പിസോഡിൽ നാം ചിന്താ വിഷയമാക്കുന്നത് എങ്ങനെ നമുക്ക് ജീവൻ്റെ വചനം നിരന്തരം ധ്യാനിച്ച് നമ്മുടെ വലിയ നോമ്പുകാലം അനുഗ്രഹകരമാക്കാം എന്നതാണ്. ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ദൈവത്തിന് പ്രിയങ്കരരായി ജീവിച്ച് സ്വർഗരാജ്യത്തിൽ വലിയവരായി തീരുക എന്നതാണല്ലോ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗരാജ്യത്തിൽ വലിയവരാകാൻ വേണ്ട മാർഗമെന്തെന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. 2 പ്രധാന കാര്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്ത് പറയുന്നത്. ഒന്ന്, മാനസാന്തരപ്പെട്ട് ശിശുക്കളെപ്പോലെയാകണം, ശിശുക്കളെപ്പോലെ ചെറുതാകണം. 2, പ്രതിഫല ഇച്ഛ കൂടാതെ ദൈവമഹത്വത്തിനായി യേശുനാമത്തിൽ എളിയവർക്ക് സ്നേഹശുശ്രൂഷ ചെയ്യണം. മാനസാന്തരം സമൂലമായ ഒരു ജീവിത പരിവർത്തനമാണ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. മാനസാന്തരപ്പെട്ട് ശിശുക്കളെപ്പോലെ നിർമ്മലരും ദൈവരാജ്യത്തെ അമൂല്യമായി കരുതുകയും ചെയ്യുന്നവരായാൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ നാം അർഹരായിത്തീരും. അതോടൊപ്പം ശിശുക്കളെപ്പോലെ സ്വയം ചെറുതായാൽ സ്വർഗരാജ്യത്തിൽ വലിയവരാകാം. ഇവയോടൊപ്പം പ്രതിഫല ഇച്ഛ കൂടാതെ യേശുനാമത്തിൽ ദൈവമഹത്വത്തിനായി എളിയവർക്ക് സ്നേഹ ശുശ്രൂഷ ചെയ്യുകയും കൂടെ ചെയ്താൽ സ്വർഗരാജ്യത്തിൽ വലിയവരാവുക മാത്രമല്ല, യേശുവിനെ സ്വീകരിച്ച് യേശുവിനോടൊത്ത് പിതാവിൻ്റെ മഹത്വത്തിൽ പ്രവേശിച്ച് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിൽ വസിക്കുകയും ചെയ്യാം. ഇക്കാര്യം വെളിപാട് പുസ്തകം 3-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ മനോഹരമായി ചിത്രീകരിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കുക. തീഷ്ണതയുള്ളവനാകുക, അനുതപിക്കുക. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നതിൻ്റെ അർത്ഥവും ഇതുതന്നെയാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നോ? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. യേശുവിനോടൊത്ത് വിരുന്നിനിരിക്കുകയും അവിടുത്തെ മഹത്വത്തിൽ പ്രവേശിക്കുകയും ചെയ്യുക. ഇതല്ലേ നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം? ഇതിലപ്പുറം നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാനുണ്ടോ? ഈ സൗഭാഗ്യത്തിന് അവകാശികളായി തീർന്ന് സ്വർഗത്തിൽ വലിയവരായി തീരണമെങ്കിൽ ഇഹലോകത്ത് വച്ച് തന്നെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹക്കൂട്ടായ്മയിൽ വസിക്കണം നാം. അതിന് യേശുവിലും യേശുവിനെ അയച്ച പിതാവിലും വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് നാം ശിശുക്കളെപ്പോലെ ആവുകയാണ് വേണ്ടത്. ഈ ജീവിത പരിവർത്തനമാണ് നമ്മെ ശിശുക്കളെപ്പോലെ ചെറുതാകാനും എളിയവർക്ക് നിസ്വാർത്ഥമായ പ്രതിഫല ഇച്ഛ കൂടാതെയുള്ള സ്നേഹ ശുശ്രൂഷ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താനും സഹായിക്കുന്നത്. ഈ സമൂല ജീവിത പരിവർത്തനത്തെ ജീവിത സംസ്കരണം എന്നാണ് ആർച്ച് ബിഷപ്പ് ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് വിളിക്കുന്നത്. ശരിയായ ജീവിത പരിവർത്തനം അഥവാ ജീവിത സംസ്കരണത്തിന് ശരിയായ
നിരന്തര ധ്യാനത്തിലൂടെയുള്ള ജീവിത പരിവർത്തനം നമ്മെ ശരിയായ ആത്മജ്ഞാനത്തിലേക്കും ജീവിത ആദർശത്തിലേക്കും ലക്ഷ്യബോധത്തിലേക്കും നയിക്കും. യേശുവിനെ ജീവിത മാതൃകയായി സ്വീകരിച്ച് മഹത്തായ ഈ ലക്ഷ്യം നേടുന്നതിന് നാം പരിശ്രമിക്കണം. സ്വയം അറിയുക എന്നതാണ് ആത്മജ്ഞാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ധന്യന്മാർ ഇവാനിയോസ് പിതാവ് പറയുന്നത്, തന്നെത്താൻ അറിയാത്ത ഒരുവനും ജീവിതത്തിൽ യാതൊന്നും നേടാൻ കഴിയുകയില്ല. നാം സ്വയം അറിയണം. അതായത് ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന നിലയിൽ സ്വന്തം ഔന്നത്യവും ഉത്തരവാദിത്വങ്ങളും നാം അറിയണം. അതേസമയം സ്വന്തം ഒന്നുമില്ലായ്മയും തിരിച്ചറിയണം. ദൈവമാണ് എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്. അതിനാൽ ഞാൻ ദൈവത്തിൻ്റെ വകയാണ്. ദൈവത്തെ കൂടാതെ എനിക്ക് യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും സർവ സൃഷ്ടികളെയും ദൈവത്തിലേക്ക് ഉയർത്താനും സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിച്ചു മഹത്വപ്പെടുത്തുകയും ചെയ്യുക മനുഷ്യൻ്റെ ജീവധർമ്മമാണ്. ദൈവത്തെ വേണ്ട വിധത്തിൽ സേവിക്കുന്നതിന് അതിന് തടസ്സമായിട്ടുള്ള എന്നിലെ പ്രതിബന്ധങ്ങൾ അഥവാ എൻ്റെ ബലഹീനതകൾ ആത്മശോധന ചെയ്ത് കണ്ടെത്തി അവയെ ശരിയായി മനസ്സിലാക്കി അതിനെതിരെയുള്ള പുണ്യങ്ങൾ അഭ്യസിച്ച് ബലഹീനതകളെ ജയിക്കണം എന്നാണ് ധന്യന്മാർ ഇവാനിയോസ് പിതാവ് പറയുന്നത്. മൂലപാപങ്ങളും അവയ്ക്കെതിരായ പുണ്യങ്ങളെയും ശരിയായി പഠിച്ചറിഞ്ഞ് ഈ പുണ്യങ്ങൾ അഭ്യസിച്ച് നാം വളരണം. മാർ ഇവാനിയോസ് പിതാവിൻ്റെ അഭിപ്രായത്തിൽ ശരിയായ ആത്മജ്ഞാനത്തിന് ശരിയായ ജീവിത ആദർശവും ജീവിത മാതൃകയും ആവശ്യമാണ്. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതാദർശം ദൈവത്തെ അറിയുകയും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുക എന്നതായിരിക്കണമെന്നാണ് വചനാധിഷ്ഠിതമായി മാർ ഇവാനിയോസ് പിതാവ് നമ്മോട് പറയുന്നത്. കർത്താവ് യേശു മിശിഹായെ പോലെ ആയിത്തീരുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹായാണ് നമുക്ക് ജീവിത മാതൃക. പിതാവ് രചിച്ച പ്രാർത്ഥനാ സഹായി എന്ന പുസ്തകം 15 മുതൽ 20 വരെയുള്ള പേജുകളിൽ ഇത് വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. യേശുവിനോടൊത്ത് വിരുന്നിനിരിക്കുകയും അവിടുത്തെ മഹത്വത്തിൽ പ്രവേശിക്കുകയും ചെയ്യുക എന്ന സൗഭാഗ്യത്തിന് അവകാശികളായി തീരുക എന്ന ലക്ഷ്യത്തോടെ യേശുവിലും യേശുവിനെ അയച്ച പിതാവിലും വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് ശിശുക്കളെപ്പോലെ ചെറുതാവുകയും നിസ്വാർത്ഥമായ പ്രതിഫല ഇച്ഛ കൂടാതെയുള്ള സ്നേഹ ശുശ്രൂഷ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താനും നമുക്ക് പരിശ്രമിക്കാം. ഇതിന് നമ്മെ സഹായിക്കുന്ന വിധത്തിലുള്ള സമൂല ജീവിത പരിവർത്തനത്തിലേക്ക് കടന്നു വരാൻ ഈ വലിയ നോമ്പുകാലത്തെ തിരുവചന ധ്യാനവും തപശ്ചര്യകളും നമ്മെ സഹായിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.